കാശിക്കുട്ടനാണ് കല്ലിന് പെയിന്റ് അടിക്കണേ കേട്ടോ. കണ്ട സിമ്പിളായിട്ടാണ് കാശിക്കുട്ടൻ. ഇങ്ങോട്ട് നോക്കി വന്നേ, പെയിന്റ് അടിക്കണേ കണ്ട. കുഞ്ഞു കുട്ടികൾക്ക് വരെ വരക്കാൻ പറ്റും അല്ലേ. വെള്ള പെയിന്റ് മുക്കുന്നു. എങ്ങനെ അടിക്കണേ? ഇതുമേ അടിക്കും കണ്ട. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ കല്ല് റെഡി. കണ്ട കല്ലിന്റെ ഷേപ്പ് കണ്ട നിങ്ങൾ, ഡിസൈൻ കണ്ട. കാശിക്കുട്ടൻ വരച്ച കല്ല് കണ്ടതൊക്കെ കണ്ട. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളഞ്ഞു കിട്ടിയ നമ്മുടെ ആ ഒരു ഷീറ്റിനകത്ത് നമ്മൾ വരച്ചെടുത്തേക്കണ ഈ ഒരു പടം എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പോൾ നിങ്ങൾക്കും ഇതും ഈസി ആയിട്ട് വരക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കാശിക്ക് അടിക്കണോ? അത് ഇപ്പുറത്ത് വാ. ഇതെന്താ നെറ്റിക്ക കാണണേ? നീല പെയിൻ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പുറത്ത് വന്നിരിക്കും, ഇവിടെ അടിക്കാം. വാ, ഇവിടെ അടിക്കാം. ഇങ്ങോട്ട് വാ. നമുക്ക് ഈ പടം വരക്കാനുള്ള ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഐറ്റം, ഈ ഒരു വെള്ള കളറിലെ ഒരു ബോർഡ് കിട്ടിയത് നമുക്ക് ഈ സൗദിയിൽ ഇങ്ങനെ ഒരു റോഡ് സൈഡിൽ നമ്മൾ വേസ്റ്റ് കിട്ടുന്ന സ്ഥലത്തൊന്നാണ് കേട്ടോ. അപ്പോൾ അറബി കളഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ കുറേ സാധനങ്ങൾ കിടക്കേണ്ട, ഒരു ദിവാൻ കൂട്ട്, ഒരു വലിയ ടേബിളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതായിട്ട് നേരെ വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതെടുത്ത സമയത്ത് ഏട്ടന് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഇതെടുക്കേണ്ടത് എന്തിനാന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേ ഫൈനൽ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഏട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതുമ്പോൾ നല്ല രീതിയിൽ ചെളി ഉണ്ടായി. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു സൈഡ് ഞാൻ വെള്ള കളറിലെ പേപ്പർ ഒട്ടിച്ചു കൊടുത്ത് നല്ല കുട്ടപ്പനാക്കി വെട്ടി തിളങ്ങണ രീതിയിൽ ഇതുപോലെ എടുത്തിട്ടോ. കിച്ചണിലൊക്കെ വെക്കണം എന്തോ പാനിലാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് പൊട്ടൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ, വിട്ടൊക്കെ ഇരിക്കണ്ട്. അപ്പോൾ നമ്മൾ ഇതുമ്പോൾ ബേസ് ആയിട്ട് വൈറ്റ് കളറിലൊരു ഫ്രെയിം ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ ബ്ലൂ കളറിൻ്റെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ബ്ലൂ കളറിലെ പെയിന്റും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബേസ് അടിച്ചിട്ട് ഉണക്കാൻ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് മലയാണ് വരക്കാൻ പോണേ. മല വരക്കുന്നില്ല ഗൈസ്, മല ഒട്ടിക്കാൻ പോവുകയാണ്. മല ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ വരക്കാൻ അറിയാൻ പാടാത്ത കൂട്ടുകാർക്കൊക്കെ ഈസി ആയിട്ട് ഇതുപോലത്തെ നേച്ചർ പെയിന്റിംഗ് ഒക്കെ വരക്കുമ്പോൾ ഈ കല്ലൊക്കെ വരക്കുമ്പോൾ, കരിങ്കല്ല് പാറക്കല്ലൊക്കെ വരക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഈ വേസ്റ്റ്, നമ്മൾ ബ്ലാക്ക് കളറിലെ വേസ്റ്റ് ഇടുന്ന ഒരു കവർ ഉണ്ടല്ലോ, ആ ഒരു കവർ നമ്മൾ ചൂടാക്കിയതാണ്. ഒരു പേപ്പറിന്റെ താഴെ വെച്ചിട്ട് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി സ്ട്രക്ചർ കിട്ടും. കാണിച്ചു തരാം ഇത് എങ്ങനെ ഇരിക്കണമെന്ന്. ഞാൻ ഓൾറെഡി ഈ ഒരു സാധനത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കത് ഈ ഒരു സ്ട്രക്ചറിൽ, ഒരു ടെക്സ്ചറിൽ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ ബ്ലാക്ക് കളറിലെ പേപ്പർ ഇങ്ങനെ ചുളുങ്ങി കിട്ടും. ഈ ഒരു സാധനമാണ് നമ്മൾ മലയായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഇതിനകത്ത് കുറച്ച് ഔട്ട്ലൈൻസ് ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് വരക്കാനായിട്ട്. ഞാൻ ആ ഒരു ഭാഗത്തേക്ക്, കല്ല് വേണ്ട ഭാഗത്തേക്ക് മാത്രം ഞാൻ ഈ ഒരു നമ്മുടെ ഈ പേപ്പർ, ഈ പ്ലാസ്റ്റിക്കിന്റെ കവറ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് അതിനെ ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കാണുന്ന മല പോലെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈസി ആയിട്ട് എങ്ങനെ കല്ലെങ്ങനെ വരക്കാന്നുള്ള രീതിയിൽ അങ്ങനെ എന്തോ ക്യാപ്ഷനാണ് ഇട്ടേക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ഈ പാറക്കല്ല് അല്ലെങ്കിൽ മലയൊക്കെ ഉണ്ടാക്കാനായിട്ട് വരക്കണ്ട. ഇതുപോലുള്ള നമ്മുടെ ആ ഒരു കറുത്ത കളറിലെ നമ്മുടെ വേസ്റ്റ് ഒക്കെ ഇടുന്ന കവറ് നന്നായിട്ടൊന്ന് ഒരു പേപ്പറിൻ്റെ അടിയിൽ വെച്ച് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കല്ലിൻ്റെ ടെക്സ്ചർ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് പൈൻ ട്രീസ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. കല്ലിൻ്റെ മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു മരവും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാശിക്ക് അടിക്കണോ? അത് ഇപ്പുറത്ത് വാ. ഇതെന്താ നെറ്റിക്ക കാണണേ? നീല പെയിൻ്റൊക്കെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പുറത്ത് വന്നിരിക്കും, ഇവിടെ അടിക്കാം. വാ, ഇവിടെ അടിക്കാം. ഇങ്ങോട്ട് വാ, ഇപ്പുറത്തെ ഇടുവാ. വാ, ഇവിടെ വാ. ബ്രഷ് എടുക്കണ്ട, ബ്രഷ് അമ്മ തരാ. ബ്രഷ് അവിടെ വെച്ചേക്ക്. ബ്രഷ് എന്നാ അമ്മ തരാ. ഇങ്ങോട്ട് വാ. കാശിക്കുട്ടനാണ് കല്ലിന് പെയിന്റ് അടിക്കണേ കേട്ടോ. കണ്ട സിമ്പിളായിട്ടാണ് കാശിക്കുട്ടൻ. ഇങ്ങോട്ട് നോക്കി വന്നേ, പെയിന്റ് അടിക്കണേ കണ്ട. കുഞ്ഞു കുട്ടികൾക്ക് വരെ വരക്കാൻ പറ്റും അല്ലേ. വെള്ള പെയിന്റ് മുക്കുന്നു. എങ്ങനെ അടിക്കണേ? ഇതുമേ അടിക്കും കണ്ട. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ കല്ല് റെഡി. കണ്ട കല്ലിന്റെ ഷേപ്പ് കണ്ട നിങ്ങൾ, ഡിസൈൻ കണ്ട. കാശിക്കുട്ടൻ വരച്ച കല്ല് കണ്ടതൊക്കെ കണ്ട. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മാത്രം മതി. കണ്ട, ഞാൻ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. കാശിക്ക് കുട്ടനെ ഇപ്പൊ കൊടുക്കാട്ടാ. അല്ലേ കണ്ട, കല്ല് സെറ്റാണ് കണ്ട. അപ്പൊ ഇങ്ങനെയാണ് കല്ല് സെറ്റാക്കണേ. വളരെ സിമ്പിളായിട്ട് കല്ല് സെറ്റാക്കി കണ്ട. അപ്പോൾ നമ്മൾ
പൈൻ ട്രീസ് വരച്ചു. നമ്മുടെ ആ കല്ലിനൊക്കെ വൈറ്റ് ഷെയ്ഡും കൂടി കൊടുത്തത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ പൈൻ ട്രീസിൻ്റെ മുകളിൽ നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രോക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. ജസ്റ്റ് കറക്റ്റായ ഇല പോലെ ഒന്നും വരക്കണ്ട, ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഓടിച്ച് ഇതുപോലെ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വീടിന് നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ എടുത്തിട്ട് നമ്മൾ ഈ മലയുടെ അല്ലെങ്കിൽ കല്ലിൻ്റെ താഴെ ആയിട്ട് ഒന്ന് കുറച്ച് വെള്ളം നോക്കി നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. ചെറിയൊരു നിഴലൊരു പൂപ്പൽ പോലെ വരാനാണ്. പിന്നെ നമ്മുടെ വീട്ടിന് നമ്മൾ ഈ ഒരു കളർ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഓറഞ്ച് കളറൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അത് ഇതുപോലത്തെ ഒരു ലുക്കായിട്ട് വന്നിട്ടുണ്ട്, ചെറിയൊരു നിഴൽ പോലെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് കളറിലെ ഗ്രീൻ എടുത്തിട്ട് നമ്മളതേ ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ചെടി വരച്ചത് അല്ലെങ്കിൽ മരം വരച്ചത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രീൻ കൊടുത്തു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിത് ഇതുപോലെ ലൈറ്റ് ഗ്രീനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ വെള്ളമുള്ള സ്ഥലത്തൊക്കെ ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പൈൻ ട്രീസിൻ്റെ ഇലകളിലൊക്കെ ചെറിയൊരു ഓറഞ്ചും വൈറ്റും കൂടി ഷെയ്ഡ് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മരത്തിന് തന്നെ നമ്മൾ 3 കളറ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക്, ഒന്ന് ഡാർക്ക് ഗ്രീൻ, പിന്നെ നമ്മൾ വൈറ്റും ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സൈഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മരത്തിന്മേയും അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നമ്മൾ മുകളിലുള്ള ആ മലയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളച്ചാട്ടം പോലെ താഴേട്ട് ഇതുപോലെ കൊടുക്കുക. ജസ്റ്റ് പകുതിക്ക് വെച്ച് വരുമ്പോഴേക്കും ചെറിയതായിട്ട് വന്ന രീതിയിൽ കൊടുത്തിട്ട് താഴേക്ക് വെള്ളം വന്ന രീതിയിൽ ഇതുപോലെ ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെള്ളം കുത്തി വീഴുന്ന പോലെ തോന്നും. പിന്നെ താഴെയുള്ള ഭാഗത്തൊക്കെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ വര പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം വന്നിട്ട് ഇങ്ങനെ തിരയടിക്കുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. വെള്ളത്തിലിങ്ങനെ ഓളം വരുമല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ചെറിയൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, ഒരു പച്ച ഷെയ്ഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിൽ. സൈഡിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കല്ലുകൾ വരച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കല്ല് വരച്ചിട്ട് നമ്മൾ സൈഡിൽ ആ കല്ലൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് യെല്ലോ ഷെയ്ഡും കൂടി ആ കല്ലിൻ്റെ സൈഡും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ഈസി ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സീനറിയാണ് കേട്ടോ. നമ്മളൊരു അമ്പിളിനെയൊക്കെ മുകളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ ബൈ.